ഹലോ ഗായ്സ്, നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഞാനൊരു ചലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 വ്യൂസ് എൻ്റെ ആ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. കമൻറ്റ് 0. സോ കമൻറ്റ് പിൻ ചെയ്ത് വയ്ക്കാനോ ആ കമൻറ്റ് ഇട്ട ആളുടെ ചാനൽ പൊക്കി പറയാനോ എനിക്ക് പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു കമൻറ്റ് പോലും എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഏതാ സ്ഥലം എന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ റിവീൽ ചെയ്യാം. നമ്മൾ തൃശ്ശൂർക്ക് വരെയാണ് പോയത്. തൃശ്ശൂരിലെ ഗുരുവായൂരാണ്. ഗുരുവായൂർ അമ്പലത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഗുരുവായൂർ പോകുമ്പോൾ അമ്പലത്തിലേക്കായിരിക്കും. നമ്മൾ 3 സ്ഥലത്താണ് ഗുരുവായൂർ പോയിട്ടുള്ളത്. ഏതൊക്കെ സ്ഥലമാണെന്ന് 3 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ അല്ല, കഴിഞ്ഞ മാസം 4:30 വൈകിട്ട് 4:30 ട്രെയിനിൽ കയറി. 5:30 ട്രെയിൻ എടുത്തു. 12:20 ആയപ്പോഴത്തേക്കും ഗുരുവായൂർ സ്റ്റേഷനെത്തി. നമ്മൾ ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. യൂബർ നോക്കിയിട്ട് കിട്ടിയില്ല. സോ നമ്മളല്ലാത്ത ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. സത്യം പറയുന്നത് നമുക്ക് ഗുരുവായൂർ സ്റ്റേഷനിൽ നിന്ന് അമ്പലത്തേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. സോ നമ്മൾ ഓട്ടോ പിടിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓട്ടോ നമ്മൾ 120 രൂപ വാങ്ങി. പക്ഷേ നമ്മൾ അമ്പലത്തിൽ തൊഴുത് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വൈകിട്ട് വന്ന സമയത്ത് നമ്മൾ നടന്നാണ് വന്നത്. അപ്പോൾ നടന്ന് വരാനുണ്ടായിരുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടാണ് 120 രൂപ നമ്മളെ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ആൻഡ് സത്യം പറഞ്ഞാൽ 1 കിലോമീറ്റർ പോലും തികച്ചില്ല. 500 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. നമുക്ക് അറിയത്തില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മൾ പറ്റിച്ചതായിരിക്കും. അറിയത്തില്ല. എന്തായാലും കൊള്ളാം. ഇത് നമ്മളിവിടെ ട്രിവാൻഡ്രം തന്നെയാണ് ബെസ്റ്റ് കേട്ടോ. ഞാൻ ട്രിവാൻഡ്രം കഴിഞ്ഞ് മറ്റ് ജില്ലകളിൽ പോകുമ്പോൾ ഓട്ടോമേലെ മീറ്റർ ഇട്ട് യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. പല ജില്ലകളിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. ട്രിവാൻഡ്രത്ത് മാത്രമാണ് മീറ്റർ ഇട്ട് ക്യാഷ് വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാത്തവർ മീറ്റർ എന്തിനു വച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗുരുവായൂർ പോയി. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല. സോ അമ്പലത്തിൽ ആ ഒരു വേലി വച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ കാണിച്ച അവിടെ ദൈവത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു ഗേറ്റ്. അപ്പോൾ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ നിന്നുമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ ഇത് എൻ്റെ അച്ഛനമ്മയും ഗുരുവായൂർ അമ്പലം നടയിൽ കൈകോർത്ത് നടന്ന് പോവുകയാണ്. അവരൊരുപാട് വർഷം ഇങ്ങനെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ വന്ന് നമ്മൾ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു എന്താ ബന്ധങ്ങൾ അറ്റുപോവാതെ ഡൈവേഴ്സ് കാര്യങ്ങളൊന്നും ആവാണ്ട് വഴക്കോ പ്രശ്നങ്ങളോ ഇല്ലാണ്ട് ജീവിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ഒരുപാട് കല്യാണങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗുരുവായൂരിൽ വെച്ച് കല്യാണം കഴിക്കണം എന്നപ്പോൾ ഒരു ആഗ്രഹം തോന്നി. പക്ഷേ അറിയില്ല നടക്കുമോ ഇല്ലയെന്നൊന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അവിടുത്തെ കല്യാണമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കല്യാണം കഴിച്ചാൽ കൊതി തോന്നി. കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഇടുന്ന വീഡിയോ മേ ബി ഇന്ന് വൈകിട്ട് തന്നെ ഇടുമായിരിക്കും, എനിക്കറിയത്തില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന അനുസരിച്ചിരിക്കും. നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ഗുരുവായൂർ അമ്പലം നടയിൽ നിന്നും. അതേത് സ്ഥലമായിരിക്കും എന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ഇടുക. കറക്റ്റായിട്ട് ഇടുന്ന കമൻറ്റിന് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ.